ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത എന്ന് പറയുന്നത് നടി ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. 30 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അത് പ്രയോഗങ്ങളിലൂടെ തന്റെ സ്ത്രീത്വത്തെ നിരന്തരം ഒരാൾ അപമാനിക്കുന്നു എന്ന ആരോപണവുമായി സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടന ചടങ്ങിന് പോകാത്തതിന് പ്രതികാരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ പേര് വലിച്ചിഴച്ച് അവഹേളിക്കുന്നു എന്നാണ് പരാതി. എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായ കാര്യം ഞാൻ പറയുകയായിരുന്നു. അത് ആ പോസ്റ്റിലെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ അതിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു കേസ് ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകും. നല്ല നമസ്കാരം. അപ്പം നിങ്ങൾക്ക് ബോച്ചയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അത് താഴെ കമന്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ബോച്ചയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പ്രത്യേകിച്ചും കുറെ കാലമായിട്ട് ബോച്ച എന്ന് തగ్గടിച്ച് പൊക്കോണ്ടിരിക്കുക. തగ్గടിക്കുന്ന എന്തോത്തിലാ? ഡബിൾ മീനിങ്, ട്രിപ്പിൾ മീനിങ്, അതിലും വലിയ മീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങ് എന്തിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ തഗ്ഗെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ബോച്ചയും അത് ആഘോഷിക്കാൻ കുറെ ഫാൻസും. അപ്പം ബോച്ചയാണല്ലോ ഇപ്പം മൊത്തത്തിൽ കത്തി നിൽക്കുന്നത്. ബോച്ച എന്ത് ചെയ്തു, ബോച്ച അങ്ങോട്ട് പോയി, ബോച്ച ഇങ്ങോട്ട് പോയി. ബോച്ചയുടെ കുറെ ലീലാവിലാസങ്ങൾക്ക് ഹണി റോസ് ഒരു ചെറിയ തടയിടാൻ പോസ്റ്റുമായിട്ട് വന്നിരുന്നു. ഇപ്പം അറിയാൻ സാധിക്കുന്നത് 10-30 പേർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഈ ബോച്ചയ്ക്കെതിരെയുള്ള ഈ പോസ്റ്റിന് താഴെ കുറെ ആളുകൾ വേണ്ടാത്ത കമന്റുകളൊക്കെ കൊണ്ടിട്ടു. അതിനൊക്കെ പണി വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചും ഒരാളെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഈ കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കുറെ വീഡിയോസ് കാണാം. ബോച്ചയുടെ കുറെ ലീലാവിലാസങ്ങൾ, കുറെ തഗ്ഗുകൾ എന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോച്ച അന്തം ഫാൻസ് തഗ്ഗായിട്ടൊക്കെ കണക്കാക്കുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഫസ്റ്റ് കാണും. അതിനെതിരെ ഒരു റിയാക്ഷൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് പെണ്ണുങ്ങളേലും ഇത് കേൾക്കുമ്പോൾ, ഈ ബോച്ചയുടെ ഈ വേണ്ടാതീനം കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യണം. അപ്പം ബോച്ചയുടെ ഈ കാര്യങ്ങൾ, ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ഡബിൾ മീനിങ്, ട്രിപ്പിൾ മീനിങ് സാധനങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരു പെൺകുട്ടി അത് കേട്ട് ചിരിച്ച് ആസ്വദിച്ചിരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. ഫസ്റ്റ് നമുക്ക് ആ വീഡിയോയിൽ തന്നെ റിയാക്ട് ചെയ്യാം. എന്താണ് ഈ നടക്കുന്നത്, എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ പുള്ളിയെ നമ്മൾ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വേണ്ടാത്തതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോ കിട്ടിയിട്ടില്ല, ബാക്കി കൊടുക്കലും കിട്ടലൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താ കൊടുത്തതിന്റെ? എനിക്ക് ചില നല്ല കാര്യങ്ങള് പറഞ്ഞറിയിക്കാറിയില്ല, ചെയ്ത് കാണിക്കാൻ അറിയുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കാൻ സൗകര്യം പറഞ്ഞാൽ മതി, നമ്മളത് ഊഹിച്ചോളാം. ഇപ്പൊ എങ്ങനെ അത് ചെയ്യുന്ന ചിലതൊക്കെ നമുക്ക് വർണ്ണിച്ച് ഇങ്ങനെ എന്താ പറയാ, നമ്മളിപ്പോ ഒരു സാധനം ഇങ്ങനെ തൊടുന്നതും ഇങ്ങനെ ഒഴിയുന്നതും ഒക്കെ ഒരേ സംഭവങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞ എങ്ങനെയാ ഫീല് കിട്ടുക? ഉദ്ദേശിച്ചത് ഓരോ ബന്ധങ്ങൾക്ക് ഓരോ നിറമാണെന്നാണ്. ഒരു ബന്ധത്തിന് ഒരു നിറം, അടുത്ത ബന്ധത്തിന് മറ്റൊരു നിറം. അങ്ങനെയൊന്നല്ല, നിറത്തിന്റെ ഒന്നല്ല. നിറം ഞാൻ രാത്രി ഇതെങ്ങനെയാ നിറമൊക്കെ തിരിച്ചറിയുന്നത് അതൊന്നും നോക്കാറില്ല. നിറത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിറമൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല. നിറത്തിലൊക്കെ എന്തിരിക്കുന്നു, അതല്ല നമ്മള് ബോച്ചെ നിറത്തിലൊക്കെ എന്തിരിക്കുന്നു, പ്രവൃത്തി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യമെന്നാണ് ബോച്ചെ പറയുന്നത്. ഇത് കേട്ട് ചിരിക്കാൻ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് കാശ് കൊടുത്ത് ഈ പരിപാടി ചെയ്യണമെന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറയുമ്പോൾ ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നു. ആ പെൺകുട്ടി അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായിരുന്നു അവിടെ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വേണ്ടാതീനം പറയുമ്പോൾ ഉടനെ റെസ്പോണ്ട് ചെയ്യണം. അപ്പോഴാണ് പുള്ളി ഇനിയെങ്കിലും ഇത് പറയാതിരിക്കും ചിന്തിക്കുക. അല്ലാതെ അതും കേട്ട് ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും 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 ഇതേപോലെ തോന്നിയാവസം വിളിച്ച് പറയും. എന്നിട്ട് പറയും ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേറെ ഏതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പോലെ ഡബിൾ മീനിങ് ആണ്. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് പറയേണ്ടത്. കാശിന് വേണ്ടി അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടി എന്തുകൊണ്ടും കാണിക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ ബോച്ച തന്നെ പറയുന്നുണ്ടായിരുന്നു, വൈറലാവാൻ വേണ്ടിയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ബോച്ച പറയാണ് വൈറലാവാനോ അത് വൈറ്റിലാവാനോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെ മറുപടി പറയുന്ന ഒരാളെ നമ്മൾ എന്ത് പറയാനാണ്? ഇങ്ങനെ വൃത്തികേടുകൾ മാത്രം വിളിച്ചു പറയുന്ന ഒരാളാണ് ബോച്ച. ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ബോച്ചയ്ക്ക് ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ട് നാട്ടിൽ. ഇതൊക്കെ കണ്ട് കുട്ടികളൊക്കെ എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ വരുന്ന ജനറേഷൻ എന്താണ് പഠിക്കുന്നത്? ബലത്തിൽ എന്തും വിളിച്ചു പറയാനുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ ഇതൊന്നും അറിയാത്തവരല്ല കേരളത്തിലുള്ള എല്ലാവരും ഇത് കാണുകയും ചെയ്യുന്നതാണ്. ഇതുവരെ എന്താണ് അതിനെതിരെ എടുത്തിട്ടുള്ളത്?
ആദ്യമായിട്ടാണ് ഹണി റോസ് പേര് പറയാതെങ്കിലും ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് പലതും ബോച്ചയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ആരും ഇത് പ്രതികരിച്ചിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ അതിനെതിരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ കാശുണ്ടെങ്കിൽ എന്തുമാവാന്നുള്ള സ്ഥിതിയാണ് കേരളത്തിലെ അവസ്ഥ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ബോച്ചയന്മാർ ഇനിയും ഉണ്ടാവാം. ഇത് കണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ബോച്ചയെ ഫോളോ ചെയ്യുന്നത്. അതിൽ 2, 3, 4 പേര് വന്നാൽ മതി. ബോച്ചയെ പോലെ വരുന്നവരുണ്ടെങ്കിൽ അതാണ് ആഘോഷിക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്കുക നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ചു. ബോച്ചയൊക്കെ ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പം ബോച്ചയുടെ വേറെ 1-2 ഇന്റർവ്യൂസ് കൂടെ നമുക്ക് നോക്കാം. ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. ഇതിനു മുമ്പ് ഒരിക്കൽ ഹണി റോസിനെ കുന്തി ദേവിയുമായിട്ട് ഊമിച്ചിരുന്നു. അന്ന് എന്ത് ഹണി റോസ് റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് പലരും ചോദിച്ചിരുന്നു. അന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെയുള്ള ഒരു റെസ്പോൺസ് ആണ് ഇപ്പൊ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി വന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് ഹണി റോസ് റെസ്പോൺസ് ചെയ്യാതിരുന്നപ്പോൾ വീണ്ടും ബോച്ചെ ഹണി റോസിന്റെ ഫോളോ ചെയ്യുകയാണ്. ഹണി റോസിനെ എവിടൊക്കെ പരിപാടി ഉണ്ടോ അവിടൊക്കെ ചെല്ലുകയാണ്, വിളിക്കാതെ. ഹണി റോസ് കുറെ അവോയ്ഡ് ചെയ്ത് നോക്കി. ഹണി റോസിനെ പല പരിപാടികൾക്ക് ബോച്ചെ വിളിക്കുന്നു, അവിടെ നിന്ന് ഹണി റോസ് ചെല്ലുന്നില്ല. ഹണി റോസ് തന്നെ ബോച്ചയോട് പറയുന്നു എനിക്കൊന്നും താല്പര്യമില്ല എന്ന് പറയുമ്പോഴും പിന്നെയും ഈ ഹണി റോസിനെ ഫോളോ ചെയ്യുകയാണ്. എവിടൊക്കെ ഇന്റർവ്യൂ ഉണ്ടോ അവിടെ ഹണി റോസിന്റെ പേര് ഉപയോഗിക്കുകയാണ്. അങ്ങനെ വളരെ സൗകര്യം കിട്ടിട്ടാണ് ഇപ്പം ബോച്ചയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഹണി റോസ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും ആ പോസ്റ്റ് ഇടാൻ കാണിച്ച മനസ്സിന്, അറ്റ്ലീസ്റ്റ് പേര് ഇടാതെ ആണെങ്കിലും ആ പോസ്റ്റ് ഇടാൻ കാണിച്ച മനസ്സിന് ഒരു കൂപ്പുകൈ. ബിക്കോസ് ഇങ്ങനെ കുറെ നാളായിട്ട് ബോച്ചയെ വേണ്ടാതിനെ വിളിച്ച് പറഞ്ഞിട്ട് ഡബിൾ മീനിങ് ആണ്, അല്ലെങ്കിൽ തഗ്ഗാണ്. ഇതൊക്കെ തഗ്ഗെന്ന് വിചാരിക്കുന്നവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്ത് തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ട് തഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും, ഇങ്ങനെ വേണ്ടാതിനും പറഞ്ഞിട്ട് തഗ് പറയാൻ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പറയാൻ അറിയാത്തതുകൊണ്ടാണോ പറയാൻ? എല്ലാവർക്കും അറിയാതെ ഇതൊക്കെ പറയാം. നമുക്ക് നമ്മുടേതായ നമുക്കൊരു മാന്യതയൊക്കെ വേണം. സംസാരിക്കുമ്പോൾ ഒരു മാന്യത പുലർത്തുക എന്നുള്ളതില്ല. നമ്മളൊക്കെ ഒരു സാമൂഹ്യ ജീവിയല്ല, അല്ലാതെ മൃഗം വല്ലതുമാണ്. എന്തും വിളിച്ച് പറയാം, എന്തും ചെയ്യാന്നുള്ള ഒരവസ്ഥ. ഞാനൊന്നും പറയില്ല, ഞാനൊന്നും കുന്തിദേവി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വയറലായി. ഇനിയിപ്പോ വല്ല കുന്തിദേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ വിവാദമായി മാറും. ഒന്നും പറയുന്നില്ല. എന്തായാലും ഏറ്റവും വലിയൊരു സൈസാണ്. എന്താണ് മിസ്റ്റർ, നിങ്ങൾ ഇനിയും നന്നാവാതെ? കുറെ നാളായിട്ട് ഇത് കൊണ്ട് നടക്കുകയല്ലേ, ഇനിയെങ്കിലും നന്നായി കൂടെ? പ്രായമൊക്കെ ആയില്ലേ? ഇങ്ങനെ വെട്ടിത്തരവും കോമാളിത്തരങ്ങളും തഗ്ഗാന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്ന ബോച്ചയെ പോലുള്ള ആളുകൾ സമൂഹത്തിൽ ആപത്ത് തന്നെയാണ്. അങ്കമാലി ഡയറീസിലൊക്കെ അഭിനയിച്ച ആ നടിയും ഇതേപോലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് പുള്ളി വരുത്തിക്കും. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ബിസിനസ് പുറകെ കൂടെ ഒന്ന് വളർത്തിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ വേണ്ടാതിനും വിളിച്ച് പറയുക. ഇതൊക്കെയാണ് പുള്ളിയുടെ ഉദ്ദേശം തോന്നുന്നു. പക്ഷെ അവർക്കെതിരെ ഇതേപോലെ തന്നെയാണ് പ്രതികരിക്കേണ്ടായത്. അവരും അത് ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ചിരിച്ചു തള്ളിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മൂപ്പരിങ്ങനെ വായിന്ന് തള്ളിക്കൊണ്ടിരിക്കും. അതൊക്കെ നാട്ടിലുള്ളവരെ കേൾക്കേണ്ടി വരും. ഇത് നല്ലൊരു ഉദാഹരണമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയെങ്കിലും ഇതൊക്കെ മാറേണ്ടിയിരിക്കും. ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ്. പോകുമ്പോ എന്താണ് പേര്? കണ്ണക്കി വണ്ടി കയറിയിരിക്കുക. ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി, നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പടിച്ച് ഒരു കപ്പുമായി തിരിച്ചു വരും. ഇപ്പൊ ഞങ്ങൾ 2 പേരാണ് പോണത്. തിരിച്ചു വരുമ്പോ 3ാമതൊരാളുണ്ടാവും. അയ്യോ, ഗപ്പായിട്ടാണ് വരും. ഗപ്പ് വേറൊന്നല്ല, ഗപ്പാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക, താങ്കൾ പറയുന്നത് തഗ്ഗൊന്നുമല്ല. നിങ്ങളെ വെറും കോമാളിയായിട്ടാണ് ബുദ്ധിയുള്ളവർക്കാണ്. ചിലർക്കോ അത്രയും ബുദ്ധി ഇല്ലാത്തവരൊക്കെ ചിലപ്പം ഫാൻസ് ഒക്കെ ഉണ്ടായേക്കാം. അവരോടൊക്കെ എനിക്ക് വിഷമമാണ് തോന്നുന്നത്. അതൊക്കെ ഫോളോ ചെയ്ത് നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നുന്നത് സത്യം പറഞ്ഞു. ഇതിനൊക്കെ ബോച്ചെ റെസ്പോണ്ട് ചെയ്യുന്നൊരു വീഡിയോ കാണാനുണ്ടായി. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ് അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ വെടീന്ന് പറഞ്ഞിട്ടില്ലേ? മാനസികാവസ്ഥ ഞാൻ നടീന്ന് അല്ലേ പറഞ്ഞു, വെടിയെന്ന് പറഞ്ഞില്ല. എന്താണ് ഇതിനൊക്കെ പറയുന്നത്? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇത്ര ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ബാക്കിയുള്ളവരെ ഈ സമൂഹത്തിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള ഒരു അവസ്ഥയിൽ നിന്നും താങ്കൾ ഇനിയും പിന്മാറും എന്നാണ് എനിക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും ഹണി റോസ് ആ പോസ്റ്റ് ഇട്ടത് ഒരു നല്ല കാര്യം, തുടക്കമാവട്ടെ. 10-30 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിൽ, പക്ഷേ ബോച്ച ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴത്തേക്കും ഈ ഒരു പ്രാവശ്യം ബോച്ചയ്ക്കെതിരെ കേസ് കൊടുക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഇതേപോലുള്ള അറ്റംപ്റ്റ് ബോച്ചയുടെ ഭാഗത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ബോച്ചമാരൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇമാതിരി വൃത്തികേട് പറയാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ നിൽക്കാതിരിക്കാനാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ഗുഡ് ബൈ.